നമസ്കാരം, ഇട്ടി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആദിനന്ദ് അഖിൽ. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇരിട്ടി താലൂക്കിലെ 13 വില്ലേജുകൾക്ക് അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെ വിതരണം താലൂക്ക് ഓഫീസിൽ വെച്ച് നടന്നു. സണ്ണി ജോസഫ് MLA കമ്പ്യൂട്ടറുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. വില്ലേജുകളുടെ എണ്ണം തളിപ്പറമ്പ് താലൂക്ക് 47 വില്ലേജായിരുന്നു. ആലപ്പുഴ ജില്ലയുടെ വിസ്തൃതിയായിരുന്നു തളിപ്പറമ്പ് താലൂക്ക്. തളിപ്പറമ്പ് താലൂക്ക് പ്ലസ് പായം പഞ്ചായത്ത് കൂട്ടിച്ചേർത്താൽ ആലപ്പുഴ ജില്ലയുടെ വിസ്തൃതി ഉണ്ടായിരുന്നു. വയനാടിൻ്റെ പോപ്പുലേഷൻ 8.5 ലക്ഷമായിരുന്നെങ്കിൽ, വയനാട് ജില്ലയുടെ പോപ്പുലേഷൻ 8.5 ലക്ഷമായിരുന്നെങ്കിൽ തലശ്ശേരി താലൂക്കിൻ്റെ പോപ്പുലേഷൻ 10.5 ലക്ഷമായിരുന്നു. അവിടെയാണ് വിസ്തൃതിയേറിയ പ്രദേശത്തെ കൂട്ടിച്ചേർത്ത് ഇരിട്ടി താലൂക്ക് രൂപീകരിക്കാൻ സാധിച്ചത്. അതിൻ്റെ ഒരു വലിയ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രളയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ 2018, 19, 22 പിന്നെ കോവിഡ് പ്രതിസന്ധി വന്നപ്പോഴൊക്കെ ജനങ്ങൾക്ക് 2012 ഇരിട്ടിയിലെ വെള്ളപ്പൊക്കത്തിൽ തലശ്ശേരി തഹസിൽദാർ വന്നിട്ടാണ് 2012 ഇരിട്ടിയിൽ ഏറ്റവും വലിയ ഇരിട്ടി ഒറ്റപ്പെട്ട വെള്ളപ്പൊക്കം ഉണ്ടായി. വേറെ സ്ഥലത്തല്ല, പഴശ്ശി ഡാമിൻ്റെ ഷട്ടർ ഉയർത്താൻ കഴിയാത്തതുകൊണ്ട് അന്നും താലൂക്കിൻ്റെ സേവനമാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. അപ്പോൾ 18 ആയപ്പോഴേക്കും 19 ആയപ്പോഴേക്കും ഇരിട്ടി തന്നെ താലൂക്ക് വന്നു. ഇനി ഏതായാലും നമ്മളുടെ കെട്ടിടം കൂടി ഉയർന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള രൂപത്തിൽ എല്ലാ സർക്കാർ ഓഫീസുകളോടെ പ്രവർത്തിക്കാൻ സാധിക്കും. എന്തായാലും ഈ നല്ല സംവിധാനത്തെ ഫലപ്രദമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. നമുക്കതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂട്ടായിട്ട് മുന്നോട്ട് പോകാം. ഇത് ആ പ്രവർത്തനങ്ങളെ ഒന്നുകൂടി ദുരിതപ്പെടുത്താൻ, ശക്തിപ്പെടുത്താൻ, വേഗതയിലാക്കാൻ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ ഇതിൻ്റെ ഒരു വിതരണം ലളിതമായിട്ടാണെങ്കിലും വളരെ മനോഹരമായിട്ട് സംഘടിപ്പിച്ച തഹസിൽദാരെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് പ്രോത്സാഹിപ്പിക്കുന്നു. നമസ്കാരം. തഹസിൽദാർ VS ലാലിമോൾ അധ്യക്ഷത വഹിച്ചു. ഇട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വേലായുധൻ, വാർഡ് കൗൺസിലർ VP അബ്ദുൾ റഷീദ്, ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ ഷിജ്ന എന്നിവർ സംസാരിച്ചു.